നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒരു പരിപാടിക്ക് നമ്മൾ വിളിച്ചിട്ട് പോകലും, അതായത് ക്ഷണം കിട്ടിയിട്ട് പോകലും വിളിഞ്ഞു പോകുന്നവരും ഉണ്ടാവും. വിളിക്കാതെ സ്വയം വിളിഞ്ഞങ്ങ് പോവുക. ആ വക പരിപാടിയാണിപ്പോൾ റോഡ്രിയുടെ ഭാഗത്ത് വന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് റയലിൽ കളിക്കുന്നതിന് പ്രശ്നമില്ല, റയലിലേക്ക് ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബല്ലേ, ഞാൻ പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആരാണ് അയാൾ വിളിച്ചതെന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും റേഡിയോ സ്റ്റാഡിയോ നോച്ചയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. വലിയ രൂപത്തിൽ ഇപ്പോൾ അത് സ്പാനിഷ് മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ചർച്ചയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കൊന്ന് പോകാം. അദ്ദേഹത്തോട് ചോദിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിങ്ങൾ കളിച്ചിരുന്നതാണല്ലോ നേരത്തെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് റയൽ മാഡ്രിഡിലേക്ക് പോകുന്നതിന് തടസ്സമൊന്നും ആവുന്നില്ല. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബ് വിളിച്ചാൽ നമുക്ക് എങ്ങനെ റിഫ്യൂസ് ചെയ്യാൻ പറ്റും? പോകാൻ ഞാൻ സന്നദ്ധനാണ് എന്നാണ്. അപ്പോൾ വിനി പിന്നെ റോഡ്രി പ്രശ്നമുണ്ടല്ലോ, ആ ബാലൻഡ്യൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അന്ന് പിന്നെ റോഡ്രിക്കാണ് ബാലൻഡ്യൂർ എന്നറിഞ്ഞപ്പോൾ റയൽ മാഡ്രിഡ് ഡെലിഗേഷൻ ബാലൻഡ്യൂറിന് പോയതേ ഇല്ല. പിന്നീടുണ്ടായ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ റോഡ്രി പറയുകയാണ്, ഞാനും വിനിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി തീർക്കാൻ പലരും ശ്രമിച്ചു. പക്ഷെ അത് അങ്ങനെയല്ല. എനിക്ക് വിനിയോട് ഭയങ്കര റെസ്പെക്റ്റാണുള്ളത്. നോക്കുക, അദ്ദേഹം ഓരോ വർഷങ്ങളിലും ചെയ്യുന്ന പ്രകടനത്തിൽ എനിക്ക് വലിയ റെസ്പെക്റ്റാണ്. പിന്നെ ഞങ്ങളല്ലല്ലോ, മറ്റുള്ള ആളുകളല്ലേ ബാലൻഡ്യൂർ തീരുമാനിക്കുന്നത് എന്നാണ് റോഡ്രി പറഞ്ഞത്. അതായത് വിനിയോട് യാതൊരു പ്രശ്നമില്ല, ഭയങ്കര ബഹുമാനാണെന്നാണ്. അന്ന് ബാലൻഡ്യൂർ കിട്ടിയിട്ട് ഇയാളൊരു പ്രോഗ്രാമിൽ, അതായത് ഒരു മാച്ചിക്ക് ചുറ്റും വരുന്ന കുറേ ആളുകളൊക്കെ വിനിയെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ ചെയ്തു കൂട്ടിയൊന്നും ആൾക്കാർ പറഞ്ഞിട്ടില്ല. ഈ വാർത്തക്കൊക്കെ താഴെ മൊത്തം അതാണ് ആൾക്കാർ കമൻറ്റ് ഇടുന്നത്. പിന്നെ വിനിയോട് ഹൃദയം തുറന്ന പൊട്ടിക്കറി എന്ന് പറഞ്ഞുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കാർ ടിഫോ ഇറക്കിയപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വീഡിയോ പിടിക്കുന്ന റോഡ്രിയുടെ വീഡിയോ ഇന്നും വൈറലാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനും വിനിയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് മറ്റുള്ളവരാണ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. എനിക്ക് ഭയങ്കര ബഹുമാനമാണ് വിനിയോട് എന്നൊക്കെ റോഡ്രി അടിച്ചങ്ങ് വിടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ബെർണാബുവിൽ കളിക്കുന്നത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ്, തീർച്ചയായിട്ടും ഇറ്റ്സ് വെരി ഇൻറ്റിമിഡേറ്റിംഗ് പ്ലേസ് എന്നും കൂടിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പോവുകയാണ്. റോഡ്രിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, വീണ്ടും സ്പെയിനിലേക്ക് മടങ്ങിയെത്തുന്നതിന് താല്പര്യമുണ്ടോ, മാഡ്രിഡിലേക്ക്, ലാലിഗയിലേക്ക്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, തീർച്ചയായിട്ടും എനിക്ക് തിരികെ വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, റയൽ മാഡ്രിഡിൽ നിന്ന് പ്രസിഡന്റോ മറ്റാരെങ്കിലും നിങ്ങളോട് ഇക്കാര്യമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം തിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല എൻ്റെ ഏജന്റിനോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഏതായാലും റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിച്ചതല്ലേ, ഡോർ ക്ലോസ്ഡ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നോ ദർ ഹാവ് ബീൻ മെനി പ്ലേയേഴ്സ് ഹൂ ടുക്ക് ദിസ് റോഡ്. ഇങ്ങനെയുള്ള ക്ലബ്ബുകൾക്ക്, റൈവൽ ക്ലബ്ബുകൾക്ക് കളിച്ച് ഒരുപാട് കളിക്കാരില്ലേ. അപ്പോൾ ഫോർ മീ യു കനോട്ട് റിഫ്യൂസ് ദി ബെസ്റ്റ് ക്ലബ് ഇൻ ദി വേൾഡ് എന്നാണ് റോഡ്രി അടിച്ചങ്ങ് വിടുന്നത്. ഏതായാലും ഇതിൽ എന്താണ് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ചില മാധ്യമങ്ങളിലേക്കൊരു റിപ്പോർട്ട് പറയുന്നത്, ഫ്ലോറന്റിനോ പെരസിന് ഒരുപക്ഷെ താല്പര്യം ഉണ്ടായേക്കാം മധ്യനിരയെ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ്രിയൊക്കെ കൊണ്ടുവരാനെന്ന്. അതിനിപ്പോൾ സമ്മർ ട്രാൻസ്ഫർ ഇന്ത്യയിലൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.